ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നല്ല ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റുള്ളതാണ് ഈ കറി. നല്ല പരിപ്പും മാങ്ങയും കൂടി ചേർത്തിട്ടുള്ള നല്ലൊരു കറിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി മാറ്റി വയ്ക്കാം. ഇനി ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കണം. ഇനി ഒരു കുക്കർ എടുക്കാം. കുക്കറിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പും മാങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 വിസിലടിച്ചതിന് ശേഷം തുറക്കാം. 2 വിസിലടിച്ച് ആവി പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പും മാങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായ ഓയിലിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചു കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പരിപ്പും മാങ്ങയൊക്കെ ചേർത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇത് തേങ്ങാപ്പാൽ എടുത്തുപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതേസമയം നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.